നമ്മൾ ഈ സെക്ഷനിൽ അൺഷാർപ്പ് മാസ്കിങ്, ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിങ്, പിന്നെ മറ്റ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഇമേജ് ഷാർപ്പൻ ചെയ്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഇമേജ് ഷാർപ്പൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഓരോ ഇമേജിലോ ഓരോ ഒബ്ജക്റ്റിൻ്റെ എഡ്ജസിൻ്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അത് പ്രിൻറ്റിങ്ങിലും പിന്നെ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയിലൊക്കെയാണ് ഈ ടെക്നിക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അൺഷാർപ്പ് മാസ്കിങ്ങിൻ്റെ ഹൈ ബൂസ്റ്റ് മാസ്കിങ്ങിന് നമുക്ക് ഒരു ഒരു മാസ്കിങ് ലെയർ ഉണ്ടാക്കുന്നുണ്ട്. ഈ മാസ്കിങ് ലെയർ ഉണ്ടാക്കുന്നത് ഒറിജിനൽ ഇമേജിൽ നിന്ന് ബ്ലേഡ് ഇമേജ് കുറച്ചാൽ കിട്ടുന്ന ഇതാണ് മാസ്കിങ് ഇമേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ജി മാസ്ക് ഇപ്പോൾ ഫോർമുലയിലാണ് ജി മാസ്ക് അതാണ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒറിജിനൽ ഇമേജിൻ്റെ ബ്ലേഡ് ഇമേജിൽ എഫ് അവസാനം കാണുന്നത് എഫ്, ആ ലൈനിൽ തന്നെ അവസാനം കാണുന്നത് FX,Y, അത് ലോ പാസ് ഫിൽറ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ഫിൽറ്ററിൽ GX,Y അതാണ് മാസ്കിങ് ഫിൽറ്റർ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒറിജിനൽ ഇമേജിൻ്റെ കൂടെ FX,Y പ്ലസ് അതേ വെയിറ്റ് K എന്ന് പറയുന്നത് സെക്കൻഡ് ലൈനിൽ ഫോർമുലയാണ്. K എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0-നേക്കാൾ കൂടുതലായിട്ട്. അപ്പോൾ വെയിറ്റ് ഇൻറ്റു ജി മാസ്ക് X,Y. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇതാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ K എന്നുള്ള വാല്യൂ 1 ആണെങ്കിൽ അത് അൺഷാർപ്പ് മാസ്കിങ് എന്ന് പറയും. K 1-നേക്കാൾ കൂടുതലാണ് ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗ് എന്ന് പറയും. ഈ അൺഷാർപ്പ് മാസ്കിങ്ങും ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിങ്ങും നമുക്കൊരു ഇമേജ് സാമ്പിൾ വെച്ചിട്ട് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ മാസ്ക് ഫിൽറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒറിജിനൽ ഇമേജിൽ നിന്ന് ബ്ലേഡ് ഇമേജ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് കിട്ടും. അപ്പോൾ ഈ മാസ്ക് ഒറിജിനൽ ഇമേജിൻ്റെ കൂടെ ഈ മാസ്ക് ഇൻറ്റു K വാല്യൂ 1 ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അൺഷാർപ്പ് മാസ്കിങ്ങിൻ്റെ പിക്ചർ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ. അതുപോലെ തന്നെ ഒറിജിനൽ ഇമേജിൻ്റെ കൂടെ നമ്മൾ K വാല്യൂ 4.5 ആക്കിയിട്ടിട്ട് ഉള്ള 4.5 ഇൻറ്റു മാസ്ക് എന്നിട്ട് നോക്കുക, അതാണ് ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിങ് റിസൾട്ട്. അപ്പോൾ ഷാർപ്പ് ഇമേജ് വിത്ത് ബൂസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അൺഷാർപ്പ് മാസ്കിങ്ങിൽ ഷാർപ്പ് ഇമേജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇമേജിൽ ഉള്ള ഡിഫറൻസ് നമുക്ക് വിസിബിളായിട്ട് കാണുന്നത് ഈ സ്ലൈഡിൽ. പിന്നെ മറ്റ് ഇമേജ് ഷാർപ്പനിങ് മെത്തേഡുകളാണ് എഡ്ജ് ഡിറ്റക്ഷൻ. അതുപോലെ തന്നെ എഡ്ജ് ഡിറ്റക്ഷൻ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന് ഉപയോഗിക്കും, എഡ്ജ് ഡിറ്റക്ഷൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന് ഉപയോഗിക്കും. അതുപോലെ ലാപ്ലാസിയൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ ലാപ്ലാസിയൻ ഗോസിയൻ മെത്തേഡ് ഉണ്ട്. ഇത് പോരാതെ തന്നെ ഇതൊക്കെയാണ് ഇമേജ് ഷാർപ്പനിങ്ങിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ അൺഷാർപ്പ് മാസ്കിങ്ങും ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിങ്ങും എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ സാമ്പിൾ ഇമേജ് കണ്ടായിരുന്നു. പിന്നെ മറ്റ് മെത്തേഡുകളും ഷാർപ്പൻ ചെയ്യാനുള്ള മറ്റ് മെത്തേഡുകളും നമ്മൾ പഠിച്ചു.